തിരുവനന്തപുരം ജില്ലയിൽ പേയാടിന് സമീപം ചന്തവിളയുടെ അടുത്ത് നമുക്ക് നല്ല മനോഹരമായൊരു വീടാണ് ഇന്ന് സെയിലിൽ വന്നിട്ടുള്ളത്. 6 സെൻറ്റ് ലാൻഡിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും 4 അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടെയാണ് ഈ വീട് നമുക്ക് പണി തീർത്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. നമുക്ക് നല്ലൊരു വൈഡായിട്ടുള്ളൊരു സ്പേസ് തന്നെയാണ് ഫ്രണ്ടേജിൽ വന്നിട്ടുള്ളത്. 2 വണ്ടി വരെ ഒരുമിച്ച് പോകാനുള്ള സ്പേസും കാര്യങ്ങളും നമുക്ക് വന്നിട്ടുണ്ട്. പേയാട് ചന്തമുക്കിൽ നിന്ന് 1.25 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും ഒരു 300-350 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത്. നല്ല മനോഹരമായൊരു എക്സ്റ്റീരിയർ ലുക്ക് തന്നെയാണ് വീട് നൽകിയിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും അതിന് ഒരു മനോഹരമാക്കുവാനായിട്ട് നൽകിയിട്ടുണ്ട്. വിശാലമേറിയ ഒരു ഏരിയ തന്നെയാണ് വീടിനായിട്ട് നൽകിയിട്ടുള്ളത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് 10 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 13 കിലോമീറ്ററാണ് നമുക്ക് വീടിനോട്ടുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ 6 സെൻറ്റ് 2200 സ്ക്വയർ ഫീറ്റിലെ 4 ബെഡ്റൂം വരുന്ന ഈ ഒരു മനോഹരമായ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസോടെ നമുക്ക് കിടക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീട് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. ഫ്രണ്ടേജിൽ തന്നെ നല്ലൊരു സ്ലൈഡിങ് ഗേറ്റൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് വീടിൻ്റെ എൻട്രൻസ് വന്നിട്ടുള്ളത്. ഈ കാണുന്നത് പോലെ തന്നെ ഫ്രണ്ടെല്ലാം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 2 കാർ വരെ സുഖമായിട്ട് പാർക്കാനുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയ എൻട്രൻസ് ഗേറ്റ് വന്നിട്ടുണ്ട്. ഗാർഡനിങ് പ്രൊവിഷനൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഫ്രണ്ടേജ് കംപ്ലീറ്റ് ആയിട്ട് കവറായിട്ടുള്ളത്. കാണുന്ന പോലെ തന്നെ കാർ പാർക്കിംഗ് ഉൾപ്പെടെ സിറ്റ് ഔട്ട് നമുക്ക് ഫുൾ വുഡൻ പാനൽ വരുന്ന ഒരു വോൾട്ടേലും കാര്യങ്ങളും ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വീടിൻ്റെ സിറ്റ് ഔട്ട്. 8x4 സിറ്റ് ഔട്ടിൻ്റെ ഡയമെൻഷൻ. നല്ല വെരിഫൈഡ് ടൈൽസൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വോൾട്ടയിലും വുഡൻ പാറ്റേൺ വരുന്ന വോൾട്ടയിലൊക്കെ നൽകിക്കൊണ്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ മുഴുവനും പ്ലാവിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് കാണുന്ന വിൻഡോ ഉൾപ്പെടെയാണ് പ്ലാവിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് സിറ്റ് ഔട്ടിൽ സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും വരുന്ന ഒരു ഡെക്കറേഷൻ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വിശാലമേറിയ ഒരു ലിവിങ് ഏരിയ തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വീട് 4 ബെഡ്റൂമാണ്. 2 ബെഡ്റൂം നമുക്ക് താഴെ, 2 ബെഡ്റൂം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലുമായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 16x16 ഈ ഒരു ഹാളിൻ്റെ ഡയമെൻഷൻ വന്നിരിക്കുന്നത്. നല്ല വിശാലമേറിയ നല്ല വലിയൊരു TV യൂണിറ്റും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ TV യൂണിറ്റിൻ്റെ താഴെയൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ലിവിങ് ഏരിയയുടെ സീലിംഗ് മുഴുവനും ഫോൾ സീലിംഗ് എല്ലാം ചെയ്താണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ. 14x12 ഡൈനിങ് ഏരിയ ഡയമെൻഷൻ. എല്ലാ ഭാഗത്തും ഒരേപോലത്തെ ഒരു ടൈൽസും കാര്യങ്ങൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയുടെ സീലിംഗ് വർക്കെല്ലാം തന്നെ ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും തന്നെയാണ് ഈ ഒരു ഭാഗത്തും ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയ്ക്കായിട്ട് തന്നെ ഒരു വാഷ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ പണിതിട്ടുണ്ട്. ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ഒരു വാഷ് കൗണ്ടർ ഏരിയയിലും നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ കിച്ചണിലോട്ട് പോകാം. ഈ ഒരു കാണുന്ന പോലെ തന്നെ നല്ല ഒരു ഓപ്പൺ കിച്ചൺ മോഡൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. നല്ല മനോഹരമായ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാനുള്ള ഒരു ബോക്സ് മോഡലും കാര്യങ്ങളൊക്കെ ഈ ഒരു പാർട്ടീഷനിൽ ഉൾപ്പെടുത്തി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ കിച്ചൺ വരുന്നത്. 16x12 കിച്ചൺ പ്ലസ് വർക്ക് ഏരിയ ആയിട്ടാണ് ഈ ഒരു ഭാഗം പണിതിട്ടുള്ളത്. വുഡൻ പാറ്റേണിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ടൈൽസും കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ളത്. കോമൺ ആയിട്ട് വരുന്ന ടൈൽസാണ്. സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കിച്ചൺ പണിതിട്ടുള്ളത്. മുകളിലും താഴെയുമായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സും കബോർഡ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ കബോർഡ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിച്ചൺ പ്ലസ് വർക്ക് ഏരിയ ആയിട്ട് തന്നെയാണ് ഈ ഒരു വീടിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് പണിതിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലാണ് നമ്മളീ പോകുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. 12x10 റൂമിൻ്റെ ഡയമെൻഷൻ. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഏരിയയും കാര്യങ്ങളൊക്കെ കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് പണിതിട്ടുള്ളത്.
ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ആയ സെറയാണ് നമുക്കിവിടെ ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിനി കാണാൻ പോകുന്നതാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം. നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഈ ഒരു റൂമിലും ചെയ്തിട്ടുള്ളത്. ഹാളിൽ ചെയ്തിരിക്കുന്ന സെയിം ടൈൽ തന്നെയാണ് ഇവിടെ കണ്ടിന്യൂ ആയി ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് വാൾഡ്രോബ്സ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. ക്വാളിറ്റി പ്രോഡക്ട്സ് ആയ മെറ്റീരിയൽസ് തന്നെയാണ് ഈ ഒരു ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ആദ്യത്തെ ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസൊക്കെ തന്നെ നമുക്ക് സ്റ്റീലിലാണ് പണിതിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ ഒരു മെറ്റീരിയൽ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് തന്നെ ഈ ഒരു കബോർഡും കാര്യങ്ങളും ഈ ഒരു സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയ. ഫസ്റ്റ് ഫ്ലോറിൽ ലിവിങ് ഏരിയ 2 ബെഡ്റൂം 1 ബാൽക്കണി ആയിട്ടാണ് അറേഞ്ച് ആക്കിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഇവിടെ തന്നെ സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും എല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. 12x10 ഡൈമെൻഷൻ. ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു റൂമിലും ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും. എല്ലാ ബാത്റൂംസും യൂസ് ചെയ്യുന്ന പോലെ തന്നെ ക്വാളിറ്റി പ്രോഡക്ട്സ്, സെറയുടെ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ഈ ഒരു ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഏറ്റവും അവസാനത്തെ ബെഡ്റൂമാണ്. ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. നല്ലൊരു ഏരിയയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം പണിതിട്ടുള്ളത്. 12x12 റൂമിൻ്റെ ഡയമെൻഷൻ. വാൾഡ്രോബ്സ് എല്ലാം നൽകിക്കൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. മൾട്ടി വുഡിൽ പണി തീർത്ത ഒരു വാൾഡ്രോബ്സാണ് ഈ കാണുന്നത്. ഈ റൂം നമുക്ക് ബാത്ത് അറ്റാച്ച് തന്നെയാണ്. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ബാൽക്കണി. നല്ല വിശാലമേറിയൊരു ബാൽക്കണി തന്നെയാണ് ഈ ഒരു ഏരിയയിൽ തന്നിട്ടുള്ളത്. 16x16 ബാൽക്കണിയുടെ ഡയമെൻഷൻ. നല്ലൊരു പാറ്റേൺ ടൈൽസും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് തന്നെ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് ഡെക്കറേഷൻ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കും നമുക്ക് ചെയ്തിട്ടുണ്ട്. ബാൽക്കണി ഫുള്ളായിട്ട് തന്നെ വുഡൻ പാറ്റേൺസിൽ വരുന്ന ഈ ഒരു വാൾ ടൈലും കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 85 ലക്ഷമാണ്. തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീട് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക.